أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. قد أفلح من زكاها وقد خاب من دساها. മാന്യ സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സാലിഹ് ബിൻ ഹുമയ്യിദ് ആയിരുന്നു ഖുതുബ ഓതിയിരുന്നത്. മക്കയിൽ അദ്ദേഹം ചർച്ച ചെയ്തത് ഈമാൻ, അതിന് രസമുണ്ട്, രുചിയുണ്ട് എന്ന വിഷയമാണ്. അതെല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്നതും അല്ല. അതെ, നാം എല്ലാവരും മുഅ്മിനീങ്ങളാണെന്ന്, മുസ്ലിങ്ങളാണെന്ന് പറയുന്നു, അഭിമാനിക്കുന്നു. അതേസമയത്ത് നമ്മുടെ കൂടെയുള്ള ഈമാനിലൂടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യൻ അവൻ്റെ പരിശ്രമം എത്ര കണ്ട് വർദ്ധിക്കുന്നു, അത്ര കണ്ട് ഭൗതികമായ പരിശ്രമമാണെങ്കിൽ ആ പരിശ്രമത്തിലൂടെ അവന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സമ്പത്ത് വളരാനും അവന് കെട്ടിടങ്ങൾ കെട്ടാനും അവന് സമ്പാദിക്കാനും അവൻ്റെ ജീവിത രീതിയിൽ ആസ്വാദികരമായ ജീവിതമാക്കി മാറ്റാനും അത് അവനെ സഹായിക്കുന്നു. എന്നതുപോലെ തന്നെ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ആ ഭക്ഷണത്തിലൂടെ അവന് രസവും രുചിയും ഉണ്ടാകുന്നു, ആസ്വാദനമുണ്ടാകുന്നു. ഇതെല്ലാം നമുക്ക് കണ്ട അനുഭവമുള്ളതായ യാഥാർത്ഥ്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിലൂടെ പുഷ്ടിയും ആരോഗ്യവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇതേ രൂപത്തിൽ തന്നെ നമ്മുടെ ആത്മാവിനുള്ളതായ വളർച്ച അല്ലെങ്കിൽ തളർച്ച അത് നാം ചെയ്യുന്ന അമലിലൂടെയാണ് സംഭവിക്കുക. നാം എത്ര കണ്ട് നമ്മുടെ വിശ്വാസത്തെ ക്ലിയറാക്കി റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹുമായി നല്ല ബന്ധം പുലർത്തുകയും അവനിലുള്ള തവക്കുൽ നമ്മളിൽ ഉണ്ടാവുകയും അവനിലേക്ക് ബരമേൽപ്പിക്കുക എന്നത് നമ്മിൽ നിന്നിട്ട് ഉടലെടുക്കുകയും വളരെ ആഴത്തിലിറങ്ങി അവനിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം ഉടലെടുക്കുകയും ആ വിശ്വാസത്തെ ആധാരമാക്കി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മെ അത് പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ സാധിക്കുക. അതെ, ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا എന്നാണ് നാം പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനത്തിലൂടെ പഠിച്ചു വന്നത്. ഈമാനിന് രുചിയുണ്ട്, രസമുണ്ട്. അള്ളാഹുവിനെ റബ്ബായി പ്രീതിപ്പെടുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അവനിൽ കെട്ടുറപ്പുള്ള വിശ്വാസമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുൽ പ്രീതി ഉണ്ടാവുക. അള്ളാഹു വിധിച്ചതുപോലെ വരട്ടെ, അള്ളാഹുവിന്റെ കൽപ്പന നടക്കട്ടെ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഇവിടെ സംഭവിക്കുന്നതല്ല. അള്ളാഹുമായുള്ള ടച്ച് ബന്ധം എത്ര കണ്ട് നമ്മളിൽ ശക്തിയുള്ളതായി മാറി, അത്ര കണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൃത്യമായി കൃത്യനിഷ്ഠതയുള്ളതാക്കി മാറ്റുവാനും അപ്രകാരം തന്നെ നമുക്ക് നമ്മുടെ അമലുകളിൽ അഥവാ സാലിഹാത്തുകളായ അമലുകൾ ചെയ്യുന്നതായ വേളയിൽ അതിൽ ഭക്തിയും ഖുശൂഉം ഖുദൂഉം ഉണ്ടാകുന്നതും അപ്രകാരം തന്നെ ഇതെല്ലാം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്ക് അതിലൂടെ ആസ്വദിക്കാൻ സാധിക്കുന്നതും ആണ്. അതെ, അപ്പോൾ നാം ആ മഹാനേട്ടത്തിൽ നിന്നിട്ട്, ആ മഹാഭാഗ്യത്തിൽ നിന്നിട്ട്, ആ മഹാപുരോഗതിയിൽ നിന്നിട്ട് പരാജയപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ അവൻ ദോഷങ്ങളിൽ മുഴുകയും ഷഹവാത്തിന്റെ ബേക്കിൽ അണിനിരക്കുകയും അതിന്റെ അടിമയായി മാറുകയും ചെയ്യുന്നതായിട്ട് കാണാറുള്ളത്. നമ്മുടെ പ്രധാന ലക്ഷ്യം വിട്ട് കളിക്കുമ്പോഴാണ് സഗായിറുകൾ കൊണ്ട് നാം മശൂലാവുക. നമ്മുടെ പ്രധാന ലക്ഷ്യം നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു, നമ്മെ എന്തിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു എന്നീ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ആണ് ദൈനംദിനം നാം വൈകുന്നേരവും രാവിലെയുമെല്ലാം നമ്മുടെ പ്രവർത്തനത്തെ കെട്ടിപ്പടുത്തുന്നതും അതിനുവേണ്ടി ജീവിക്കാൻ വേണ്ടി മെനക്കെടുന്നതുമാണെങ്കിൽ
ഉറപ്പാണ്, തീർച്ചയാണ് നമുക്ക് അതിലൂടെ നമ്മുടെ ചെറുദോഷങ്ങളെ ദൂരപ്പെടുത്തുവാനും സഗായിറുകൾ വിട്ടുനിൽക്കുവാനും ഷഹ്വാത്തുകളോട് വിടവാകുവാനും അത് നമ്മെ സഹായിക്കും. കാരണം നമുക്ക് നമസ്കാര സമയം വരുമ്പോൾ 5 വഖ്ത് നമസ്കരിക്കേണ്ടി വരുന്നു. ഓരോ വഖ്ത് വിട്ടുകടന്ന് രണ്ടാമത്തെ വഖ്ത് വരുമ്പോൾ ആ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങണമല്ലോ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമല്ലോ, അവനോട് കുറ്റം സമ്മതിക്കണമല്ലോ, അവനോട് മാഫിനപേക്ഷിക്കണമല്ലോ, അവന്റെ മുമ്പിൽ അവനെ പുകഴ്ത്തണമല്ലോ, വാഴ്ത്തണമല്ലോ. ഈ ഓർമ്മ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈമാനിന്റെ ആസ്വാദനം. അതിലൂടെ അവൻ ചെയ്യുന്നതായ സർവ്വ സൽക്കർമ്മങ്ങളിലും അവന് ആസ്വാദനമുണ്ടാകുന്നു, അവന് തഅമുണ്ടാകുന്നു, അവന് രുചിയുണ്ടാകുന്നു, അവന് രസമുണ്ടാകുന്നു. അത് ഉറപ്പാണ്. അതാണ് മഹാത്മാക്കളാകുന്ന നമ്മുടെ നേതാക്കൾ, നബിമാർ, അത് കഴിഞ്ഞാൽ സഹാബാക്കൾ, അതുപോലെ താബിഈങ്ങൾ, അതുപോലെ മഹാത്മാക്കളാകുന്ന സാലിഹീങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നതും അവർ ആസ്വദിച്ചതും അവരതിലൂടെ അള്ളാഹുലേക്ക് പലരും അവരുടെ ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി ശരീരത്തെ ആഹൂതി ചെയ്തുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്ന വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ നടന്നതായ പോരാട്ടങ്ങളിലും അതിന്റെ പരിസരത്തിൽ നടന്നതായ പോരാട്ടങ്ങളിലും എല്ലാം അവർ അള്ളാഹുവിലേക്ക് അവരുടെ ആത്മാവിനെ അവരുടെ ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് അവർ സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി പറന്നു ചെല്ലാനുള്ളതായ ഭാഗ്യം ലഭിക്കുകയും അള്ളാഹു അവർക്കുള്ളതായ പ്രത്യേകതകളെ കുറിച്ച് അവർ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് നിങ്ങളോട് വിട വാങ്ങിയിട്ടുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ മരണപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ അവർ എന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ്, അവരുടെ ആത്മാവ് ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നീ ആ സന്തോഷ വാർത്തകൾ, ആ ഈമാനിന്റെ രുചി, ഈമാനിന്റെ രസം ശരിക്ക് ആസ്വദിച്ച് ജീവിച്ച് മരിക്കാൻ ചാൻസ് കിട്ടിയതായ മഹാത്മാക്കളെ കുറിച്ച് ഖുർആൻ പുകഴ്ത്തി വാഴ്ത്തി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതെ, ഈ നാം ജീവിക്കുന്നതായ ജീവിതത്തിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മെ സ്വർഗത്തിലേക്ക് ഒരുക്കാൻ വേണ്ടിയും നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ വേണ്ടിയും നമ്മുടെ ചുറ്റുപാടിനെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് നമുക്ക് അനുകൂലമായ രൂപത്തിലാണ്, നമ്മെ ഉണർത്താൻ വേണ്ടിയും കൂടിയാണ്. ഇപ്പോൾ തണുപ്പുള്ള കാലം വരുമ്പോൾ നരകത്തിൽ സംഹരീറുണ്ട്, മഹാ തണുപ്പുണ്ട്. അതിന്റെ ആ തണുപ്പ് ഇവിടുന്ന് കൊലപ്പെടുത്താൻ പറ്റുന്നതല്ല. പക്ഷേ അതിനെ കൊലപ്പെടുത്താൻ വേണ്ടി, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, അതൊരു പാഠമായി മാറാൻ വേണ്ടി ഇവിടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തണുപ്പിറക്കി തന്നു. അത് നരകത്തിൽ ഉള്ളതായ സംഹരീനിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നരകത്തിലുള്ളതായ ചൂടിന്റെ, കഠിന ചൂടിന്റെ, ആ ചൂടിന്റെ കാഠിന്യം കാരണത്താൽ അത് ശ്വാസം കഴിക്കുന്ന സന്ദർഭത്തിൽ ആ ശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തിയത്. ഇവിടെ ഉണ്ടാകുന്നതായ അമിതമായ ഉഷ്ണം, അമിതമായ മഹാ ചൂട് കാലഘട്ടം എന്നതൊക്കെ നാം പഠിക്കുന്ന സന്ദർഭത്തിൽ അതിലൂടെയൊക്കെ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നത് എന്തിലേക്കാണ്? പരലോകം എന്നൊരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരുങ്ങേണ്ടത്. ആ ഒരുങ്ങുന്ന വേളയിൽ നിങ്ങൾക്ക് ഇന്ന് ഇമാം ചർച്ച ചെയ്തതായ ഈമാൻ, ഈമാനിന്റെ രുചി ആസ്വദിക്കാനുള്ളതായ ഭാഗ്യം ലഭിക്കും. ഈമാനിന്റെ രുചി ഭൂമിയിൽ നിന്നിട്ട് ആസ്വദിക്കാൻ സാധിക്കാത്തവന് പരലോകത്തിൽ സ്വർഗം ആസ്വദിക്കാൻ സാധിക്കുന്നതല്ല. സ്വർഗം ആസ്വദിക്കണമെങ്കിൽ ഈമാനിന്റെ രുചി ആസ്വദിക്കണം. ഈമാനിന്റെ രുചി ആസ്വദിക്കൽ എങ്ങനെയാണ്? നാം ചെയ്യുന്നതായ അമലുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ് കൽപ്പനയെ കുറിച്ചുള്ളതായ കെട്ടുറപ്പുള്ള വിശ്വാസവും അവനിലേക്കുള്ളതായ തവക്കലും വരമേൽപ്പിക്കലും, അവൻ തീരുമാനിച്ചത് മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ, അവൻ തീരുമാനിക്കാത്തത് ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുകയില്ല, അതുകൊണ്ട് അവന്റെ അടിമയാണ് ഞാൻ, അവൻ യജമാനനാണ് എന്ന ഓർമ്മയോടുകൂടി ആ തൗഹീദ് കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളതാക്കി മാറ്റി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞ് ആ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ നാം ചെയ്യുന്നതായ അമലുകളിൽ ഉടലെടുക്കുന്നതായ ഒന്നാണ് എന്ത്? ഈമാൻ കൊണ്ടുള്ളതായ ആസ്വാദനം. അപ്പോൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നാം പറയുന്ന വേളയിൽ തന്നെ നമുക്ക് സർവസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു, സമ്മതിക്കേണ്ടി വരുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം സമ്മതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? നാം ജീവിക്കുന്ന ജീവിതത്തിൽ നമുക്ക് റബ്ബ് തന്നതായ ശ്വാസം, നമുക്ക് റബ്ബ് തന്നതായ ഓരോ അവയവം, നമുക്ക് റബ്ബുൽ ഇസ്സത്ത് തന്നതായ ഈ വായു, നമുക്ക് തന്നതായ വെള്ളം, നമുക്ക് തന്നതായ നമസ്കരിക്കാൻ ചാൻസ് കിട്ടുന്നതായ, ചാൻസ് ഉണ്ടാക്കി തന്നതായ അന്തരീക്ഷങ്ങൾ, നമുക്ക് റബ്ബുൽ ഇസ്സത്ത് നൽകിയതായ ആ സുരക്ഷിതത്വം, എന്തെല്ലാം നിഅമത്തുകൾ നമ്മുടെ മുമ്പിലുണ്ടോ ആ നിഅമത്തുകളെ മുമ്പിൽ വെച്ചിട്ടാണ് 5 വഖ്ത് നേരത്തിൽ നമസ്കരിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ആസ്വദിച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനോട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതി
സ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന് സമ്മതിക്കുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവന് ആസ്വദിക്കാൻ സാധിക്കുക. അങ്ങനെ ആസ്വദിക്കുന്നവന്റെ ഈമാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ സത്യവിശ്വാസികൾ ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. സത്യവിശ്വാസികൾ ആരാണ്? ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. അവരുടെ മുമ്പിൽ അള്ളാഹുവിനെ പറയപ്പെട്ടാൽ, അള്ളാഹുവിനെ അവർ ഓർത്താൽ, അള്ളാഹുവിനെ സ്മരിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ വജിലത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയം കിടുകിട വിറക്കുന്നതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു അവന്റെ ദൃഷ്ടാന്തങ്ങളാകുന്ന ആയാത്തുകളെ അവരുടെ മുമ്പിലേക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. വർദ്ധിക്കുന്ന ഈമാൻ ആരുടെ ഈമാനാണ്? ആസ്വദിക്കുന്നവരുടെ ഈമാനാണ്. അപ്പോൾ ഈമാൻ നമ്മുടെ എല്ലാം ഈമാൻ ആസ്വദിക്കുന്ന ഈമാനാണോ അമലു സാലിഹാത്തുകളിലൂടെ എന്നൊരു ആത്മപരിശോധന നാം ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് മക്ക ഇമാം ചർച്ച ചെയ്തതായ വിഷയം ശരിക്കും നാം ഉൾക്കൊള്ളണമെങ്കിൽ, ശരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയവരായി മാറണമെങ്കിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ് വഹുഫത്തിൻ നാറു ബിശ്ശഹവാതി എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സ്വർഗ്ഗത്തിനെ വരെയും ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് വെറുപ്പുള്ളതായ പ്രയാസമുള്ളതായ കാര്യങ്ങളിലൂടെയാണ്. അതെ, തണുപ്പ് കാലഘട്ടത്തിൽ സുബഹ് നമസ്കാരത്തിന് ഉണർന്നുകൊണ്ട് ഒതു പിടിക്കാനും അതുപോലെ തന്നെ കുളി നിർബന്ധമായവർ കുളിക്കുവാനും അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുവാനും വളരെ പ്രയാസമുണ്ട്. ആ പ്രയാസം അവനെ വലയം ചെയ്യുന്നു. എന്തുകൊണ്ട്? അവൻ സ്വർഗത്തിലേക്ക് ചെല്ലാൻ വേണ്ടി തീരുമാനിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഹിമ്മത്ത്, അവന്റെ കരുത്ത് അത് അവനെ പ്രേരിപ്പിക്കുന്നു. എത്ര തന്നെ വയസ്സായിരുന്നാലും എത്ര തന്നെ പ്രയാസമുണ്ടായിരുന്നാലും വിരോധമില്ല. അവന്റെ ആ ഈമാന് അവൻ ആസ്വദിക്കുന്നത് കൊണ്ട് തന്നെ ആ ഈമാനിലൂടെ അവന് ആ മകാരിഹുകളെ, അവന് അറുപ്പും വെറുപ്പും തോന്നുന്ന കാര്യങ്ങളെ ദൂരപ്പെടുത്താൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നരകത്തിനെ വലയം ചെയ്യുന്നത് ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഷഹവാത്തുകളാണ്. അഥവാ ഇവിടെയുള്ളതായ വ്യഭിചാരം, അനാചാരം, തോന്നിവാസം, ഹറാമായ കാര്യങ്ങൾ ഉറക്കൊഴിഞ്ഞു കഴിഞ്ഞുകൂട്ടുക, അപ്രകാരം തന്നെ അശ്ലീലങ്ങൾ കാണുകയോ കേൾക്കുകയോ, അശ്ലീലങ്ങൾ ഉള്ളതായ പാട്ടുകൾ കേൾക്കുകയോ മ്യൂസിക്കുകൾ കേൾക്കുകയോ അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടാത്തതായ കാര്യങ്ങൾ, ആ ഷഹ്വാത്തുകൾ, അതാണ് നരകത്തിനെ വലയം ചെയ്യുന്നത്. വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. അതെ, അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നത് നാം കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകർത്തി ആ ഈമാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആസ്വദിക്കുന്നതായ ഈമാൻ നമ്മുടെ ഈമാനായി മാറിയോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ഇത്തരം ചുറ്റുപാടിലൂടെ, അന്തരീക്ഷത്തിലൂടെ സാധിക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ആരാധനകളിൽ ശരിക്ക് നമുക്ക് ഹുശൂഅോടുകൂടി, ഭക്തിയോടുകൂടി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സംസാരിക്കുവാൻ, റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ റബ്ബിനോട് പറയുന്നതായ വാക്കുകളിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയുവാൻ നമ്മെ അത് പ്രേരിപ്പിക്കുക. യഥാർത്ഥത്തിൽ മക്ക ഇമാം പറയുന്നു, നമ്മുടെ നേതാക്കളുടെ ചരിത്രം, നമ്മുടെ മുമ്പന്മാരുടെ ഹിസ്റ്ററികൾ നാം വായിക്കുന്ന വേളയിൽ ആ ഹിസ്റ്ററികളിലെല്ലാം നമുക്ക് അത്ഭുതം തോന്നുന്നു. അവരിൽ നിന്നിട്ട് രാത്രി മുഴുവൻ ഹയാത്താക്കുന്നവരുണ്ട്, പകുതി ഹയാത്താക്കുന്നവരുണ്ട്, 3/4 ഹയാത്താക്കുന്നവരുണ്ട്. അങ്ങനെ രാത്രി അവർ ഹയാത്താക്കി കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുവാനും അതുപോലെ തന്നെ അവരുടെ കാലിൽ നീര് താഴുന്നത് വരേക്കും അവര് പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആൻ ധാരാളമായി ഓതുവാനും പാരായണം ചെയ്യുവാനും അതിലേക്ക് അവരെ എന്ത് പ്രേരിപ്പിച്ചു എന്നത് നാം നോക്കുന്ന സമയത്തിലാണ് നമുക്ക് ഈ ഹദീസിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ സാധിക്കുക. തഅമുൽ ഈമാന് എപ്പോഴാണ് ഒരാൾ രുചി നോക്കുക? മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹു അവന്റെ റബ്ബാണെന്ന് പ്രീതിപ്പെട്ട് കഴിഞ്ഞാൽ, വബിൽ ഇസ്ലാമി ദീന, അവൻ ഇറക്കിയതായ ആ മതം അതാണ് യഥാർത്ഥത്തിൽ ഞാൻ അംഗീകരിക്കേണ്ട മതം, ആ ദീനാണ് ഞാൻ പിന്തുടരേണ്ടതായ ദീന്. അതല്ലാതെ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു, അല്ലാഹു ഇറക്കിയതായ ദീനല്ലാത്ത, അള്ളാഹിന്റെ മതമല്ലാത്ത മറ്റൊന്നിനെ ഒരാള് ജീവിത രീതിയാക്കി അംഗീകരിച്ചു കഴിഞ്ഞാൽ അതവന് സ്വീകരിക്കപ്പെടുക തന്നെ ഇല്ല എന്ന് മാത്രമല്ല പരലോകത്തിൽ അവൻ നഷ്ടത്തിലും കഷ്ടത്തിലും പെട്ടവരാണ് എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറഞ്ഞതായ ആയത്ത് ഇവിടെ വളരെ പ്രസക്തിയുള്ളതായ ആയത്താണ് നാം ഈ പറയുന്ന വിഷയവുമായിട്ട്. അപ്പോൾ ആ മഹാത്മാക്കളാകുന്ന സാലിഹ്യങ്ങളുടെ ഹിസ്റ്ററിയിലേക്ക് നാം കണ്ണോടിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മുമ്പിൽ അവർക്ക് ഹലാവത്തുൽ ഈമാൻ ഉണ്ടാക്കിയെടുക്കണം എന്ന നിർബന്ധം പുലർത്തുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് രാത്രി ഹയാതാക്കുന്നതിൽ പ്രശ്നമായി വരുന്നതല്ല, പകൽ നോമ്പ് പിടിക്കുന്നതിലും പ്രശ്നമായി വരുന്നതല്ല, ധർമ്മം ചെയ്യുന്നതിലും പ്രശ്നമായി ഒന്നിലും അള്ളാന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തുന്നത് അവർക്ക് വളരെ ഈസിയായി കാണുന്നതാണ്. അവർ എന്തുകൊണ്ട്? അവർ ഈമാനിനെ രുചി നോക്കിയവരാണ്, ഈമാനിന്റെ രസം കണ്ടെത്തിയവരാണ്. അതവരുടെ
ഹൃദയത്തിനും അവരുടെ റൂഹിനും ആത്മാവിനും അതവർക്ക് എന്ത് നൽകുന്നു? അവർക്ക് പുഷ്ടി നൽകുന്നു, അവർക്ക് ആരോഗ്യം നൽകുന്നു, അവർക്ക് ഇൻട്രസ്റ്റും ആവേശം ഉണ്ടാക്കുന്നു. അതാണ് ശരീരത്തിന്റെ ഭക്ഷണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭക്ഷണം എങ്ങനെയാണ് ആവേശം ഉന്മേഷം ഉണ്ടാക്കുന്നത്, അപ്രകാരം തന്നെ നമുക്ക് നമ്മുടെ സാലിഹായ അമലുകൾ, ആ സാലിഹായ അമലുകൾ നമ്മുടെ ആത്മാവിന് വളർച്ചയുണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നാം കഴിക്കുന്നതായ ഭക്ഷണം നല്ല ഭക്ഷണമല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ശരീരത്തിൽ രോഗം പിടിപെടുന്നു. അപ്പോൾ രോഗം പിടിപെടാനുള്ള കാരണം നമ്മുടെ ഭക്ഷണം എന്നതുപോലെ തന്നെ നാം ചെയ്യുന്നതായ അമലുകളിൽ വീഴ്ച വന്നു പോയാൽ ആ അമലുകളിലൂടെ നമ്മുടെ ഈമാനിന് വീഴ്ച വരുന്നു. ആ ഈമാന്റെ വീഴ്ച നമുക്ക് പ്രകടമായി കാണുകയും ചെയ്യുന്നു. നമുക്ക് ഈമാനിലൂടെ ആസ്വദിക്കാൻ സാധിക്കുന്നതല്ല. മഹാത്മാക്കളാകുന്ന നമ്മുടെ സാലിഹ്യങ്ങൾ, നമ്മുടെ നേതാക്കൾ ആസ്വദിച്ചതുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്നതല്ല. ഇദാ കാനത്തിൻ നുഫൂസു കിബാറ തഇബത ഫി മുറാദിഹൽ അജ്സാമു എന്ന് കവി പറഞ്ഞത് വളരെ സത്യമാണ്. മനുഷ്യന്മാരുടെ നഫ്സുകൾ, ശരീരങ്ങൾ വലുതാണെങ്കിൽ, അതായത് ഉയർന്ന സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന മഹാത്മാക്കളാകുമ്പോൾ അവര് തഇബത ഫി മുറാദിഹൽ അജ്സാമു, അവരുടെ ശരീരങ്ങൾ പ്രയാസപ്പെടുന്നു. അവരുടെ ആ കരുത്ത് അവര് ജീവിതത്തിൽ പകർത്തുന്ന സന്ദർഭത്തിൽ, അഥവാ ഉയർന്ന സ്റ്റാൻഡേർഡിന്റെ ഉടമകളായ, ഉയർന്ന അർവാഹകളുടെ ഉടമകളായ മഹാത്മാക്കളാകുന്ന സാലിഹ്യങ്ങൾക്ക് എത്രയും അമൽ ചെയ്യുന്നതിൽ, എത്രയും ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിൽ, എത്രയും ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിൽ, എത്രയും പ്രബോധനം ചെയ്യുന്നതിൽ, എത്രയും അള്ളാഹുവിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്നതിൽ അവർക്കൊരു പ്രയാസമുണ്ടാകുന്നതല്ല. ഏതുവരെ? അവരുടെ ശരീരം ക്ഷയിച്ചു പോകുന്നത് വരെ. അപ്പോൾ ശരീരം എന്തുകൊണ്ട് ക്ഷയിക്കുന്നു? അവരുടെ നഫ്സുകൾ, അവരുടെ ഉയർന്നതായ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ നഫ്സുകൾ അവരെ, ആ ശരീരത്തെ വിശ്രമിക്കാൻ സമ്മതിക്കുന്നില്ല എന്നതാണ് എന്ന് കവി പറഞ്ഞത് വളരെ അർത്ഥവത്തായ കവിതയാണ്. അതെ, അപ്പോൾ ഹലാവത്തുൽ ഈമാൻ എന്നത് യഥാർത്ഥത്തിൽ നമുക്ക് സബാത്ത് ഉണ്ടാക്കാൻ, നമ്മുടെ ശരീരത്തിലുള്ളതായ ആ അമലുകൾ മാത്രം നമ്മളിൽ ഉണ്ടാവുന്നതല്ല, മറിച്ച് ആ അമലുകൾ നാം ചെയ്യുന്നതായ വേളയിൽ അള്ളാഹു നമുക്ക് നൽകിയതായ മഹാഭാഗ്യമാകുന്ന ഈമാൻ എന്നതായ ആ മഹാ ആദർശം, ആ ആദർശത്തിന് ഉറപ്പുള്ളതാക്കി മാറ്റാൻ നമുക്കത് സഹായകമാവുകയും ചെയ്യുന്നു. എത്ര കണ്ട് നാം അമലുകൾ വർദ്ധിപ്പിക്കുന്നു, ഈ പറഞ്ഞ രൂപത്തിലുള്ളതായ ആസ്വാദനത്തോടു കൂടിയുള്ളതായ അമലുകൾ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം സാദത്തുഹും ഈമാന എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈമാൻ വർദ്ധിക്കുന്നതായ സന്ദർഭത്തിൽ പിന്നെ അവന്റെ മുമ്പിൽ ദുനിയാവ് ഒരു ഒന്നുമല്ലാതെയായി കാണുന്നു. കാരണം ദുനിയാവ് താൽക്കാലികമായിട്ട് നൈമിഷികമായ ജീവിതമാണ്, താൽക്കാലികമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ അടുത്ത് തന്നെ വിട വാങ്ങേണ്ടതായ നാടാണ്. അതുകൊണ്ട് അതിലുള്ള ആസ്വാദനത്തിനല്ല നാം പ്രാധാന്യം നൽകേണ്ടത്. ആസ്വാദനം നമ്മുടെ കൂടെ ഉണ്ടാകുന്നതല്ല എന്നതായ ഉറച്ച വിശ്വാസത്തിലേക്ക് അവന് അതിലൂടെ എത്താൻ സാധിക്കുന്നു. ലദ്ദത്തു ദുനിയ, ദുനിയാവിലുള്ളതായ ആസ്വാദനങ്ങൾ, ഈ ഭൗതിക ആസ്വാദനങ്ങൾ യഥാർത്ഥത്തിൽ പ്രയാസങ്ങളാണ് ഉടലെടുക്കുക. ഭൗതിക ആസ്വാദനങ്ങൾ ഒരു പക്ഷേ മനുഷ്യൻ കള്ളു കുടിച്ച് ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ കഴിച്ച് ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യഭിചരിച്ച് ആസ്വദിക്കുന്നു. അതുപോലെയുള്ള ദുനിയവിയായ ഭൗതികമായ ആസ്വാദനങ്ങൾ ആസ്വദിക്കുന്നതായ സന്ദർഭത്തിൽ അതിന്റെ അവസാനം എന്താണ്, അതിന്റെ അന്ത്യം എന്താണ്? അത് അപകടത്തിലേക്കും പ്രയാസങ്ങളിലേക്കും അവനെ ചെന്ന് ചേർക്കുന്നു, ശാരീരികമായി പ്രയാസത്തിലേക്ക് ചെന്ന് ചേർക്കുന്നു. അപ്രകാരം തന്നെ അവൻ അന്ത്യം അവസാനം മുസ്ലിമായി മരിക്കാൻ സാധിക്കുന്നതുമല്ല, മരിക്കുന്നതിൽ പ്രയാസമുണ്ടാകും, പരലോകത്തിൽ അവന് പ്രയാസപ്പെടേണ്ടി വരും. അതുപോലെ തന്നെ അമലു സാലിഹാത്താകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ലദ്ദത്ത് അതവനെ ഉയർത്തുന്നു, അവന്റെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നു, അവന് വീര്യമുണ്ടാകുന്നു, അവൻ അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ സാധിക്കുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി ദാസിയായിട്ട് മാറുന്നു. അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ദുനിയാവിൽ തന്നെ നേടിയെടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചതെല്ലാം അവന് സാധിക്കുകയും ചെയ്യുന്നു. അതാണ് സാലിഹാത്തുകൾ ചെയ്യുമ്പോൾ ഉള്ളതായ ലദ്ദത്ത് അഥവാ ആസ്വാദനങ്ങൾ. ഇങ്ങനെയുള്ളതായ ആസ്വാദനങ്ങൾ ആസ്വദിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരലോകത്തിൽ സുഖലോലുപരായിട്ട് ജീവിക്കാനുള്ളതായ മാധ്യമങ്ങളിലേക്ക് അല്ലെങ്കിൽ വഴിയിലേക്ക് അവൻ അതിലൂടെ എത്താൻ സാധിക്കുക. അതുപോലെ തന്നെ നേരെ മറിച്ചാകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയവിയായ ആ ഷഹ്വാത്തുകളിൽ മുഴുകി ജീവിക്കുന്ന വിഭാഗം ഇവിടെയും നഷ്ടത്തിൽ അഥവാ ഇവിടെയും പരാജയത്തിൽ, ഇവിടെയും പ്രയാസത്തിൽ, ഇവിടെയും അവന്റെ ജീവിതത്തിൽ ശാന്തിയില്ല, സമാധാനമില്ല, ആ പ്രയാസത്തിൽ തന്നെ ഒഴിയേണ്ടി വരുന്നു. എത്ര തന്നെ ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചാലും, എത്ര തന്നെ ആറാമായ ഭക്ഷണങ്ങൾ കഴിച്ചാലും, എത്ര തന്നെ വെടക്ക് ശബ്ദ കോലാഹലങ്ങൾ കേട്ടാലും, എത്ര തന്നെ അശ്ലീലങ്ങൾ കണ്ടാലും, എത്ര തന്നെ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് അവന്റെ ദേഹേച്ഛയെ സമാധാനിപ്പിക്കാൻ വേണ്ടി, ദേഹേച്ഛയ്ക്ക് ശാന്തിയും സമാധാനം നൽകാൻ വേണ്ടി തൽക്കാലം അവൻ പാടുപെട്ടാലും അവന്റെ ദുനിയാവിൽ തന്നെ അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരുന്നു. അഥവാ പ്രയാസത്തിൽ പ്രയാസം.
പ്രയാസം, ദുനിയാവിലും പ്രയാസം, പരലോകത്തിലും പ്രയാസം അള്ളാഹു അവന് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ആത്മാവിനെ വളർത്തുക, ആത്മാവിന് ആസ്വാദനം നൽകുക, ആത്മാവിന് ഈമാനിലൂടെ ആസ്വാദനം ഉണ്ടാക്കി തീർക്കുക. ആ രൂപത്തിലുള്ളതായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് നാം ശ്രദ്ധിക്കേണ്ടത്, നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ എന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ, ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, എന്റെ നഫ്സിന് നീ തഖ്വ നൽകണം. ആതി നഫ്സി തഖ്വാഹാ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹാ. അപ്പോൾ ഈ തഖ്വ നൽകപ്പെട്ടതായ മനുഷ്യനായി കഴിഞ്ഞാൽ, നഫ്സായി കഴിഞ്ഞാലാണ് അതിന് തസ്കിയത്ത് നൽകാൻ വേണ്ടി നമുക്ക് സാധിക്കുക. ആ തസ്കിയത്ത് നൽകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ ഇഷ്ടം പോലെ നമുക്ക് അനുസരിക്കുന്നതാക്കി മാറ്റുവാനും അതിലൂടെ നമുക്ക് ആസ്വദിക്കുവാനും, നമുക്ക് എത്ര തന്നെ നമസ്കരിച്ചാൽ പൂതികെടുന്നതല്ല, എത്ര തന്നെ നോമ്പ് പിടിച്ചാൽ പൂതികെടുന്നതല്ല, എത്ര തന്നെ ധർമ്മം ചെയ്താൽ പൂതികെടുന്നതല്ല, എത്ര തന്നെ അള്ളാഹുവിന്റെ വഴിയിൽ പ്രവർത്തിച്ചാൽ ആ ആഗ്രഹങ്ങൾ പിന്നെയും പിന്നെയും അത് ചെയ്താലേ തീരൂ എന്ന ആ നിലക്ക് പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് എത്താനുള്ളതായ പരിശ്രമം ഉണ്ടാകും. അവന് മുതു വളയുന്നില്ലെങ്കിലും, അവന്റെ കാല് പ്രവർത്തിക്കുന്നില്ലെങ്കിലും, അവന്റെ കണ്ണ് കാണുന്നില്ലെങ്കിലും അവന്റെ ആസ്വാദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കലായിരിക്കും യഥാർത്ഥ മുഅ്മിന് സംഭവിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ മൗലാഹാ, ഇത് നാം സാധാരണ പ്രാർത്ഥിക്കേണ്ടതായ ഒരു പ്രാർത്ഥനയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ സക്കാത്തുൻ നഫ്സ്, ശരീരത്തിലുള്ളതായ സക്കാത്ത്, അത് എന്താണ്? മക്ക ഇമാം പറയുന്നു, അത് ഈജാദുൽ ഹായിലി ബൈനക വബൈന ശഹവാത്ത്, ശഹവാത്തുകളുടെയും നിന്റെയും മധ്യത്തിൽ ഒരു വമ്പിച്ച തടസ്സമുണ്ടാക്കുക, വമ്പിച്ച ഇരുമ്പ് പോലത്തെ തടസ്സമുണ്ടാക്കുക. എന്നിട്ട് അതിൽ നിന്നിട്ട് വിട്ടു നിൽക്കാൻ, അതിൽ നിന്നിട്ട് മാറി നിൽക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിയായി മാറുക. അതാണ് റബ്ബ് പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആ ശരീരത്തിന് തസ്കിയത്ത് നൽകിയതായ മനുഷ്യൻ അവനാണ് വിജയി. അതുപോലെ തന്നെ തസ്കിയത്ത് നൽകാത്തതായ, ആ ശരീരത്തെ വഞ്ചിച്ച, ആ ശരീരത്തെ ചതിച്ച, ആ ശരീരത്തെ ആക്രമിച്ച അവനാണ് നഷ്ടപ്പെട്ടവൻ എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുകയുണ്ടായി. ഈ ഞാൻ ഇതുവരെ പറഞ്ഞതായ ഹലാവത്ത് അഥവാ ഈ രുചി നോക്കൽ, അത് ആരാധനകളിലൂടെയുള്ളതായ രുചി, ആസ്വാദനം ശരിക്ക് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുലുള്ളതായ തൗഹീദ് നമ്മളിൽ വേറൂന്നി പിടിക്കണം, അള്ളാഹുനോടുള്ളതായ മഹബത്ത് നമ്മളിൽ വേറൂന്നി പിടിക്കണം. ആ വേറൂന്നി പിടിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുനെ എപ്പോഴും സ്മരിക്കാൻ, അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്മരിക്കുന്നു, ഉറക്കിൽ നിന്നിട്ട് ഉണരുമ്പോൾ സ്മരിക്കുന്നു, വാഹനത്തിൽ കയറുമ്പോൾ സ്മരിക്കുന്നു, വീട്ടിൽ അകത്തേക്കും പുറത്തേക്കും പോകുന്ന വേളയിലും വരുന്ന വേളയും ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആ രൂപത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവന്റെ ഹൃദയത്തിന് തുമഅനീനത്ത്, ശാന്തിയും സമാധാനവും നൽകാനുള്ളതായ ഭാഗ്യം അവന് ലഭിക്കുന്നു. അവൻ ഒരു മനുഷ്യന്റെ ഹൃദയം അള്ളാഹുലേക്ക് ബന്ധപ്പെടുക എന്നത് അതാണ്. അങ്ങനെ ബന്ധപ്പെടുന്ന വ്യക്തി, ആസ്വദിക്കുന്ന വ്യക്തി തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ. അതാണ് അത്. അള്ളാഹുവിന്റെ വലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്നിട്ട് പലരും മനസ്സിലാക്കി വെച്ചതുപോലെ, അറിവില്ലാത്തവർ മനസ്സിലാക്കി വെച്ചതുപോലെ കെട്ടിപ്പൊക്കപ്പെട്ട ഖബറിന്റെ ഉടമയെന്നോ അല്ലെങ്കിൽ കറാമത്ത് ഉള്ളതോ ഇല്ലാത്തതോ ആയ ആ കറാമത്തുകളെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന വ്യക്തിയോ, അങ്ങ് അതൊന്നുമല്ല ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്. അലാ ഇന്ന ഔലിയ അല്ലാഹ്, ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഇവിടെ ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, ദുനിയാവിലുമില്ല പരലോകത്തിലുമില്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, ആരാണ് അവർ? കൃത്യമായി അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച്, അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹുവിന് മാത്രം ആരാധനയുടെ എല്ലാ ഇനങ്ങളും സമർപ്പിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കുന്നവരാണ്. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ മുത്തഖീങ്ങളായി ജീവിക്കുന്നവരാണ്, സൂക്ഷ്മത കൈക്കൊള്ളുന്നവരാണ്. തഖ്വ എന്ന വാക്കിന്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കേൾക്കുകയുണ്ടായി. അങ്ങനെ ജീവിക്കുന്നവർ ആരാണ്? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. അവർക്ക് കറാമത്ത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ നൽകുന്നു, അവരുദ്ദേശിക്കുമ്പോഴല്ല. അതിന്റെ അർത്ഥം കറാമത്ത് ഇല്ലാത്ത വ്യക്തികൾ ഔലിയാക്കന്മാരല്ല എന്നല്ല. ഈ രൂപത്തിലുള്ള വിശേഷതകൾ മക്ക ഇമാം സൂചിപ്പിച്ച രൂപത്തിലുള്ളതായ ജീവിതശൈലി ഉൾക്കൊള്ളാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി മാറുന്നു. അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ തസ്കിയത്തുൻ നഫ്സ്, മുജാഹദത്തുൻ നഫ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതിന് മനക്കെടണം, അതിന് ബുദ്ധിമുട്ടണം. അങ്ങനെ ബുദ്ധിമുട്ട് മനക്കെട്ട് അതിൽ അത്തരം കാര്യങ്ങളിൽ പ്രവേശിക്കാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് ത്യജിച്ച് മടങ്ങി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഞാൻ ആശ്രയിക്കുന്ന ആളാണ്, അള്ളാഹുവിലേക്ക് ആശ്രയിച്ചാലേ എനിക്ക് രക്ഷയുള്ളൂ, അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ ഇനിമേലിൽ ആരാധിക്കുക, അള്ളാഹുവിനോട് മാത്രമാണ് ഞാൻ ഇത് ചോദിക്കുക, ഞാൻ അവനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ,
അവന്റെ എന്റെ എല്ലാം സമർപ്പിക്കും. അതാണ് യഥാർത്ഥ മുസ്ലിമിന്റെ സ്വഭാവം. ആ സ്വഭാവിയായിട്ട് ഞാൻ മാറണമെന്ന ആ നിർബന്ധത്തിലേക്ക് എത്തിയാൽ അള്ളാഹു റബ്ബാണെന്ന് പ്രീതിപ്പെട്ടവനും ദീൻ മതമായിട്ട് അംഗീകരിച്ചത് അള്ളാഹുവിന്റെ മതമാണ് എന്നതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ അള്ളാഹുവിന്റെ ദൂതരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഞാൻ പിന്തുടരേണ്ടതായ എന്റെ അനിശ്ചിത നേതാവായ നേതൃത്വം എന്നത് അംഗീകരിച്ചു കഴിഞ്ഞവനാണ് യഥാർത്ഥത്തിൽ ഈമാൻ രുചി നോക്കുന്ന ആള്. അല്ലെങ്കിൽ ഈ ദുനിയാവിൽ തന്നെ അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മക്ക ഇമാം വീണ്ടും പറയുന്നു, ഉഖൂബത്തുൻ ആജില, ദുനിയാവിൽ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഈ ശഹ്വാത്തുകളെ അടിമയായി ജീവിച്ചവര്. അതുപോലെ തന്നെ ഇന്നല്ലദീന, സത്യവിശ്വാസികളായ ആ ഈമാനിന്റെ രുചി നോക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവര് മുറാഖബത്തി എന്നതായ ഒരു മഹാപ്രവർത്തനം അവരിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് മക്ക ഇമാമിന്റെ പ്രസംഗത്തിന്റെ സമാപനത്തിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ മുസ്ലിമിന്റെ ഈമാന് അത് പരിപൂർണമായ സ്വാദികരമായ ഈമാനായി മാറുന്ന സന്ദർഭത്തിൽ അവൻ എന്ന് സംഭവിക്കുന്നു, അവൻ അള്ളാഹുവിനോട് മുറാഖബത്ത് നടത്തുന്നു. മുറാഖബ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നതാണ് മുറാഖബ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ വഅസ്റു ഖൗലക്കും അവ ജഹറൂ ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അല്ലാഹുവിനെ മറഞ്ഞ സന്ദർഭത്തിൽ ആരും കാണട്ടെ കാണാതിരിക്കട്ടെ, ഏത് സന്ദർഭത്തിലും ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കുക, അവനെ പേടിച്ചുകൊണ്ടേ ഇരിക്കുക. അവനോടുള്ളതായ മുറാഖബത്ത് നമ്മളിൽ ഉണ്ടാവുക. അവൻ എന്നെ കാണുന്നുണ്ട്, ഞാൻ അവനെ കാണട്ടെ കാണാതിരിക്കട്ടെ. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നമ്മെ ഏത് സമയത്തും വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ അവനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നാം അള്ളാഹുവുമായിട്ടുള്ളതായ സമീപനം അഥവാ ആരാധന, അഥവാ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹ് എന്നെ വീക്ഷിക്കുന്നുണ്ട്, അള്ളാഹ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി, എന്ന ഓർമ്മ കൂടി ആകുമ്പോൾ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അവർക്ക് പാപമോചനമുണ്ട്, അവർക്ക് അറ്റമില്ലാത്ത പ്രതിഫലമുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞ ആയത്തിൽ പെടാൻ സാധിക്കുന്നതാണ്. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥത്തിൽ മക്ക ഇമാം പറഞ്ഞതായ വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, വളരെ നീണ്ട വിഷയമാണ്. നമുക്ക് നമ്മുടെ സമയം സഹായിക്കുന്നില്ല അത് വിശദീകരിക്കാൻ. അതുപോലെ തന്നെ മദീനയിൽ ഇന്ന് ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം സംസാരിച്ച വിഷയവും അത് യഥാർത്ഥത്തിൽ നീട്ടിവലിച്ച് പറയേണ്ടതാണ്. ശേഷിക്കുന്ന സമയത്തിൽ അല്പം അത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹം പറഞ്ഞ വിഷയത്തിലേക്ക് സൂചന നൽകാം. ചെറിയവര് വലിയവരെ ബഹുമാനിക്കുക എന്നതും അതുപോലെ തന്നെ ചെറിയവർക്ക് നൽകേണ്ടതായ അവകാശങ്ങൾ നൽകുക എന്നതും യുവാക്കൾക്ക് പ്രത്യേകിച്ച് നൽകേണ്ടതായ അവകാശങ്ങൾ നൽകുക എന്നതും ആണ് എന്ന് മദീന ഇമാം ചർച്ച ചെയ്ത വിഷയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ വളർത്തിയെടുത്ത രൂപങ്ങൾ നമുക്ക് പരിചയമുണ്ട്. അവരുടെ ജീവിത കാലഘട്ടത്തിൽ, അവരുടെ നുബുവത്ത് ജീവിതത്തിൽ മക്കയിലാവട്ടെ മദീനയിലാവട്ടെ അവരുടെ പ്രജകളുടെ ബഹുഭൂരിഭാഗവും ആരായിരുന്നു എന്ന് പരിശോധിച്ചാൽ അവർ യുവാക്കളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വയസ്സും പ്രായവുമുള്ളവരെ ആദരിക്കണം, ബഹുമാനിക്കണം, അല്ലാത്തവർ നമ്മളിൽപ്പെട്ടവരല്ല എന്നൊക്കെ നാം പണ്ട് തന്നെ പഠിച്ചതായ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ അതോടൊപ്പം നമ്മുടെ യുവാക്കളെ നാം ശിക്ഷണ നൽകുകയാണെങ്കിൽ അവർക്ക് ചെറുപ്പത്തിലെ അവരുടെ വിശ്വാസത്തെ കെട്ടുറപ്പുള്ള വിശ്വാസമാക്കി മാറ്റി അവർക്ക് വാസിഉദ്ദീൻ ഇന്നത്തെ യുഗത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെ നാം സംരക്ഷിച്ചില്ലെങ്കിൽ, നമ്മുടെ യുവാക്കളെ നൽകേണ്ടതായ രൂപത്തിലുള്ളതായ സംരക്ഷണങ്ങൾ അവർക്ക് നൽകിയിട്ടില്ലെങ്കിൽ, തർബിയത്ത് അവർക്ക് നൽകിയിട്ടില്ലെങ്കിൽ അവർ അപകടത്തിൽപ്പെട്ടു പോകുന്നതാണ്. അവർക്ക് രക്ഷപ്രാപിക്കാനുള്ളതായ മാധ്യമങ്ങൾ ഇല്ലാത്തതായ ഒരു യുഗത്തിലും കാലത്തിലുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതായ ആധുനിക മാധ്യമങ്ങളൊക്കെ നമ്മുടെ യുവാക്കളെയും യുവതികളെയും എന്ന് മാത്രമല്ല, ഇമാമുകൾ ഖുതുബയിൽ പറയാറുള്ളത് പോലെ 70-60 വയസ്സുള്ള മനുഷ്യന്മാരെ തന്നെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നതായ യുഗമാണ് ഇന്നത്തെ യുഗം. കാരണം എത്രയോ 60-കാരനും 70-കാരനുമെല്ലാം തൊള്ള തുറന്ന് ഫിലിമിന്റെ മുമ്പിലും അശ്ലീലത്തിന്റെ മുമ്പിലും ഇരിക്കുന്ന കാഴ്ച നമുക്ക് ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരിൽ നിന്നിട്ട് കാണാൻ സാധിക്കുന്ന യുഗമാണ് ഇന്നത്തെ യുഗം. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നാം നമ്മുടെ യുവാക്കളെ ചെറുപ്പത്തിലെ കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളവരാക്കി നല്ല ശിക്ഷ നൽകി വളർത്താൻ വേണ്ടി നാം പാടുപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുട്ടികളെ കഴിവിന്റെ പരമാവധി ഇൻഷാ അല്ലാഹ് നമുക്ക് സംരക്ഷിക്കാൻ, അവരുടെ ഭാവിയിൽ അവർക്ക് നല്ല ജീവിതം ജീവിക്കാനുള്ളതായ മാധ്യമം ഉണ്ടാക്കി കൊടുക്കാൻ നാം അവരെ സഹായിച്ചവരായി മാറുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ കുട്ടികളെ കുട്ടിപ്രായത്തിൽ തന്നെ അവരോടുള്ളതായ സമീപനം നല്ല രീതിയിൽ സമീപിക്കുകയും അവരോട് അവരുടെ വയസ്സിന്റെ തോതനുസരിച്ചിട്ട്
അവരോട് സംസാരിക്കുകയും അവരുടെ തോളിൽ കൈവച്ചിട്ട് പലരോടും സംസാരിക്കുകയും അവർക്ക് ആ സംസാരിക്കുന്ന വേളയിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ഊന്നിയും കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതായ പല പല സംഭവങ്ങൾ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ വിട്ടുകടന്നിട്ടുണ്ട്. അതെല്ലാം നാം പലപ്പോഴും പറഞ്ഞതാണ്. മഹാനായ ഇബ്നു അബ്ബാസിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്, നീ സഹായാർത്ഥന നടത്തേണ്ടത് അള്ളാഹുവിനോടാണ് എന്ന് 10-12 വയസ്സുള്ള കുട്ടിയുടെ തോളിൽ കൈവച്ചുകൊണ്ടാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിൽ നിന്നിട്ട് നമുക്ക് പാഠമുണ്ട്. നാം ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വയസ്സിന്റെ തോതനുസരിച്ചിട്ട് അവർക്ക് ശിക്ഷണ നൽകണം. അവർ ചിലപ്പോൾ പഠിക്കുന്നതായ വിദ്യാഭ്യാസങ്ങളിൽ അവർ പഠിപ്പിക്കുന്നതായ സിലബസുകളിൽ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ മതപരമായ കാര്യങ്ങൾ. അങ്ങനെയാണ് ഇപ്പോൾ നാം പലരിലും പല വീടുകളിലും പല നാടുകളിലും കാണാറുള്ളത്. അങ്ങനെയാകുമ്പോൾ അവരുടെ ഭാവി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എന്നതല്ല മുഖ്യം, മറിച്ച് നമുക്ക് അള്ളാഹു ഇറക്കിയതായ നമ്മുടെ ആദർശത്തിന്റെ അച്ചുതണ്ടായ വിശുദ്ധ ഫുർഖാൻ അലീം, ആ വിശുദ്ധ ഫുർഖാൻ അലീമിൽ അവർക്ക് പരിചയം ഉണ്ടാക്കി കൊടുക്കണം. ആ വിശുദ്ധ ഫുർഖാൻ അലീം അള്ളാഹുവിന്റെ കലാമാണ്. അത് പഠിക്കണം, അത് വായിക്കണം, അതിന്റെ അർത്ഥം ഉൾക്കൊള്ളണം, അതനുസരിച്ച് ജീവിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ് എന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നമുക്ക് പഠിപ്പിച്ചത്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിലൂടെ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠവും അതാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, കുഞ്ഞോമന മകനെ അള്ളാഹുവിന്റെ കൂടെ ആരെയും നീ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മകനെ, കുഞ്ഞോമന മകനെ, നീ കൃത്യമായിട്ട് നമസ്കരിക്കണം. അഖിമിസ് സ്വലാത്ത, നീ നമസ്കാരത്തെ കൃത്യമായി നിർത്തണം. അതുപോലെ തന്നെ നീ നന്മ ജനങ്ങൾക്ക് ഉപദേശിക്കണം, തിന്മ ജനങ്ങളെ തൊട്ട് വിരോധിക്കണം. വസ്ബിർ അലാ മാ അസാബക, അങ്ങനെ കാട്ടുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ നിന്നെ ആക്ഷേപിക്കപ്പെടും, ചിലപ്പോൾ നിന്നെ മർദ്ദിക്കപ്പെടും, ചിലപ്പോൾ നിന്നെ നാടുകടത്തപ്പെടും, ചിലപ്പോൾ നിനക്ക് കല്ലേറ് കൊള്ളേണ്ടി വരും. അവിടെയെല്ലാം നീ ക്ഷമ കൈകൊള്ളണം മകനെ എന്ന് മഹാനായ ലുഖ്മാൻ ഹക്കീം പറഞ്ഞതായ സംഭവം ഖുർആനിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ നമുക്കൊരു സൂറത്ത് കാണാം. അതൊക്കെ പഠിപ്പിക്കുന്നത് ഇന്ന് മദീന ഇമാം ചർച്ച ചെയ്തതായ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നൽകേണ്ടതായ ശിക്ഷണം നൽകേണ്ടതുപോലെ നൽകുകയാണെങ്കിൽ നമുക്ക് അവരെ നന്നായി വാർത്തെടുക്കുവാനും അവർക്ക് ശേഷമുള്ളവരെ വാർത്തെടുക്കുന്നവരായി മാറ്റുവാനും നമുക്ക് അതിലൂടെ സാധിക്കും. അതാണ് നാം യഥാർത്ഥത്തിൽ പരിശ്രമിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനായ കുട്ടിയോട് പറഞ്ഞതായ വാക്കുകളിൽ പെട്ടതാണ്, ലോകം മുഴുവനും കുട്ടിയെ നിനക്കൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അള്ളാന്റെ തീരുമാനം ആ നന്മ നിനക്ക് വേണ്ട എന്നാണ്. എങ്കിൽ ലോകം മുഴുവൻ പരിശ്രമിച്ചാൽ അത് അവർക്ക് സാധിക്കുക തന്നെ ഇല്ല. എന്തുകൊണ്ട്? അള്ളാന്റെ തീരുമാനം അങ്ങനെയല്ലാത്തത് കൊണ്ട്. ലോകം മുഴുവനും നിനക്കൊരു തിന്മ ചെയ്യാൻ വിചാരിച്ചു, എന്നിട്ട് അള്ളാന്റെ തീരുമാനം നീ ആ തിന്മക്ക് അർഹനല്ല, നീ ആ തിന്മ നിനക്ക് തട്ടാൻ പാടില്ല എന്നാണ് അള്ളാന്റെ തീരുമാനമെങ്കിൽ മകനെ ആ തിന്മ നിനക്ക് തട്ടുക തന്നെ ഇല്ല, ലോകം മുഴുവനും പരിശ്രമിച്ചാലും ശരി എന്ന ആ മഹാ കടുകട്ടിയുള്ളതായ വാക്കുകൾ പറഞ്ഞുകൊണ്ട്, വിശ്വാസപരമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും ചെറുപ്പക്കാരനായ ആ കുട്ടിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. കുട്ടികളെ, യുവാക്കളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മജ്ലിസിൽ ഇരുത്താറുണ്ടായിരുന്നു. അവർക്ക് ചിലപ്പോൾ മഹാത്മാക്കളായ വലിയവരായ അബൂബക്കറിനെ പോലെ, ഉമറിനെ പോലെ, ഉസ്മാനെ പോലെ, അലിയെ പോലെ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, ആ മഹാത്മാക്കളുടെ ഇടയിൽ അവർക്ക് ബഹുമതിയും ബഹുമാനവും നൽകാറുണ്ടായിരുന്നു. കുട്ടികൾക്ക് അവരെ ബഹുമാനിച്ചു, അവരെ ആദരിച്ചു, അവരെ വീര്യം ഉയരട്ടെ എന്നത് മനസ്സിലാക്കിയും കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയവരോട് പെരുമാറുന്നതുപോലെ പെരുമാറുന്നതിൽ വീഴ്ച വരുത്താറുണ്ടായിരുന്നില്ല. അവരിൽ നിന്നിട്ട് രോഗം ബാധിക്കുന്ന സന്ദർഭത്തിൽ ചെറിയവരാണല്ലോ എന്ന് നോക്കിയിട്ട് രോഗിയെ സന്ദർശിക്കുന്നതിൽ വീഴ്ച വരുത്താറില്ല. എത്രത്തോളം ഒരു അമുസ്ലിമിന്റെ വീട് റസൂലുള്ളാഹിന്റെ അയൽവാസികളിൽ നിന്നിട്ട് ഒരു ജൂതന്റെ വീട്ടിലുള്ളതായ ചെറിയ കുട്ടിക്ക് രോഗം ബാധിച്ചപ്പോൾ ആ കുട്ടിയെ കാണാൻ വേണ്ടി, ചെറിയ എന്ന് പറഞ്ഞാൽ പ്രായം തികഞ്ഞു കാണാം, പക്ഷേ ചെറുപ്പക്കാരനാണ്, യുവാവാണ്, അവരെ കാണാൻ വേണ്ടി പോകുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലല്ലായിരുന്നു. ആ റസൂലുള്ളാഹിയുടെ ആ പോക്ക് അത് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുവാനും സ്വർഗ്ഗപ്പുള്ളിയാക്കുവാനും സാധിച്ചു എന്നത് നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ള ചരിത്രമാണ്. റസൂലുള്ളാഹി അവിടെ ചെന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞതെന്തായിരുന്നു? ആ സന്ദർശിച്ച സന്ദർഭത്തിൽ രോഗം പിടിപെട്ടുകൊണ്ട് മരിക്കാൻ കിടക്കുന്നതായ കുട്ടിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മന്ത്രിച്ചൂതി കൊടുത്തതോ അല്ലെങ്കിൽ അവർക്ക് ആ രോഗത്തിൽ
നിന്ന് ക്ഷമനം കിട്ടാൻ വേണ്ടിയുള്ളതായ മാധ്യമങ്ങൾ കൈകൊണ്ടതോ അല്ല, മറിച്ച് ആ കുട്ടിയോട് റസൂലുള്ളാഹി അവിടെ പറഞ്ഞത് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കുട്ടിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക എന്നാണ്. അപ്പോൾ കുട്ടി വാപ്പയുടെ മുഖത്തേക്ക് നോക്കുകയും വാപ്പയുടെ അനുവാദം ചോദിക്കും പോലെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വാപ്പ പറഞ്ഞു അത്തി അബൽ ഖാസിം, മുഹമ്മദിന് അനുസരിക്കുക, മുഹമ്മദ് പറഞ്ഞത് കേൾക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അതോടുകൂടി കലിമത്ത് തൗഹീദ് പറഞ്ഞു, അള്ളാഹുവിനെ അംഗീകരിച്ചു. അദ്ദേഹം ജൂതന്റെ മകനായ ആ കുട്ടി മുസ്ലിമായി മരിക്കാനുള്ള മഹാഭാഗ്യം ആ സന്ദർശനത്തിലൂടെ ലഭിച്ചു എന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ളതായ എത്രയോ സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടുകൂടി ആ കുട്ടിയെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച റബ്ബിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീട്ടിൽ നിന്നിട്ട്, ആ അയൽവാസിയുടെ വീട്ടിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയത്. ഇതൊക്കെ നമുക്ക് കുട്ടികളെ എങ്ങനെ വളർത്തണം, കുട്ടികൾക്ക് എങ്ങനെയാണ് നാം വീര്യമുണ്ടാക്കി കൊടുക്കേണ്ടത്, അവരോട് നാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ശൈലികൾ നിന്നിട്ട് ചിലതായിരുന്നു. അവരെ റസൂലുള്ളാഹി സ്നേഹിക്കുകയും അവരോട് കൂടി നടക്കുകയും അവരെ ഉപദേശിക്കുകയും അവരെ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇരുത്തുകയും ഒരവസരത്തിൽ മുആദിനോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. 3 തവണയാണ് പറഞ്ഞത്, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. എന്നിട്ട് പിന്നെന്താണ് പറഞ്ഞത്, നിങ്ങൾ ഓരോ നമസ്കാരത്തിലും നമസ്കാരം അവസാനിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിന്റെ അവസാനത്തിൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്ന് പറയാൻ വിട്ടുപോകരുത്. അത് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. 3 തവണ പറയാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു ശിക്ഷണത്തിന്റെ ശൈലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് പെരുമാറിയതായ രീതിയും ശിക്ഷണവും ആ രൂപത്തിലായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ്. ധാരാളം കാര്യങ്ങൾ ഇനിയും ആ റസൂലുള്ളാഹിയുടെ ചെറുപ്പക്കാരോട് പെരുമാറിയതായ, യുവാക്കളോട് പെരുമാറിയതായ രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഉസാമയാകുന്ന 17 വയസ്സുകാരനെ ഉയർന്ന സേനയാകുന്ന ഒരു യുദ്ധത്തിന്റെ കമാൻഡറാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുനിഞ്ഞതും എന്തിനു വേണ്ടിയാണ്? അവരുടെ വീര്യം പൊക്കാൻ വേണ്ടിയും അവർക്ക് പഠിപ്പിക്കേണ്ട ശിക്ഷണം വേണ്ടതുപോലെ പഠിപ്പിച്ചുകൊണ്ട് അവരെ യുവാക്കൾ അത് നല്ല പുരുഷന്മാരാക്കി മാറ്റാൻ വേണ്ടിയും, സാധാരണ ഒരു യുവാക്കൾ മാത്രമല്ല മറിച്ച് ധീരയോദ്ധാക്കളാകുന്ന ആ പുരുഷന്മാരാക്കി മാറ്റാൻ വേണ്ടിയുമുള്ളതായ പ്രേരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സമീപനത്തിലൂടെ നാം കണ്ടതാണ്. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപനം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ഉറങ്ങുന്ന സമയത്തിലാണ് ഇബ്നു അബ്ബാസ് ഒരു ദിവസത്തിൽ കിടന്നു ചെന്നത്. അങ്ങനെ റസൂലുള്ളാഹി അവിടെ ചെറിയ റൂമാകുന്ന റസൂലുള്ളാഹിക്കും റസൂലുള്ളാഹിന്റെ ഭാര്യ അന്നത്തെ ദിവസം ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇളയമയുടെ ദിവസമായിരുന്നു, ആ മൈമൂനയുടെ ദിവസമായിരുന്നു. ആ ദിവസത്തിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാനുള്ള സൗകര്യം ചെറിയ റൂമിൽ നൽകുകയും ചെയ്തതായ വാർത്ത ബുഖാരി പൊടിച്ചിരുന്ന ഹദീസിൽ കാണാവുന്നതാണ്. നാം പലപ്പോഴും പറഞ്ഞതായ സംഭവമാണ്. അതിലൂടെ നമുക്ക് എന്താണ് പഠിക്കാൻ സാധിച്ചത്? മുസ്ലിം ലോകത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉണർന്നാൽ എന്ത് കാട്ടും, എന്ത് ചെയ്യും എന്നതായ ആ മഹാപാഠം പഠിക്കാൻ സാധിച്ചു. അവരുടെ കൈകൊണ്ട് അവരുടെ കണ്ണിലേക്ക് ഇങ്ങനെ വെക്കുകയും എന്നിട്ട് ഉറക്കിനെ ദൂരപ്പെടുത്തുകയും ക്ഷീണമൊക്കെ മാറ്റുകയും എന്നിട്ട് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് എന്ന ആ ആയത്ത് സൂറത്ത് ആല ഇംറാനിന്റെ അവസാനമുള്ള 10 ആയത്തുകളെ ആകാശം നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതായ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചെറുപ്പത്തിൽ റസൂലുള്ളാഹിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് അവിടെ രാത്രി കഴിച്ചു കൂട്ടിയപ്പോഴാണ്. നമ്മുടെ കുട്ടികളും നമ്മുടെ സന്താനങ്ങളും നാം അടക്കം ഇപ്പോൾ രാത്രി ഹയാത്താക്കുന്നത് എന്തിലൂടെയാണ് എന്നതുകൂടി കൂട്ടിച്ചേർത്ത് നാം മനസ്സിലാക്കി. ആദ്യത്തെ ഖുതുബയിൽ, മക്ക ഖുതുബയിൽ നാം പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തെ ആസ്വദിക്കുന്ന ഈമാൻ ഉടമയാക്കി മാറ്റാനുള്ള ശിക്ഷ നൽകുന്നവരായി മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തോട്, നമ്മുടെ സംസാരത്തോട് ഞാൻ വിടവാങ്ങുന്നു. അള്ളാഹു ഇതുവരെ പറഞ്ഞതിനെ സൽക്കർമ്മമായി നമ്മൾ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ. അതിൽ വന്നതായ വീഴ്ചകളെ നമ്മൾ നിന്നിട്ട് അള്ളാഹു നികറ്റുമാറാവട്ടെ. നമ്മളോട് ചെയ്തതായ സഹോദര സഹോദരിമാരിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ. അവരുടെ രോഗമുള്ള രോഗത്തെ മാറ്റട്ടെ. പലരും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവർ, ആ മരിച്ചവർക്ക് വേണ്ടി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.